സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിപ്പി വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ചിപ്പി, നീ എത്ര നേരം എവിടെയായിരുന്നടി എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയണ്ട അത് എന്ന് പറയുമ്പോഴേക്കും എടുത്ത് വായിക്ക് ആകാശ് പറയാണ്, രചന നീയേ കുട്ടിനെ അവരെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുക. കുട്ടികളാകുമ്പോഴേ അടിച്ച് പഠിപ്പിച്ച് വളർത്തണം എന്ന് പറയാണ്. നീ ആ ചൂരിലെടുത്തോണ്ട് വാ, അവള് തത്ത പറയുന്ന പോലെ പറഞ്ഞോളും എന്ന് പറയാണ്. അങ്ങനെ രചന ഒരു ചൂരിലെടുത്തോണ്ട് വരുവട്ടെ. ചിപ്പി, സത്യം പറ, നീ എത്ര നേരം എവിടെയായിരുന്നടി? അത് ഞാൻ ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അത് ഡോക്ടർ ഇഷിതയാണോ നിന്റെ ഫ്രണ്ട്? അതെ. ആഹാ, ഡോക്ടർ ഇഷിതനെ കാണാൻ നീ എവിടെ പോയി? ഹോസ്പിറ്റലിൽ ഒറ്റക്കോ? ആ, എങ്ങനെ പോയി എന്ന് ആകാശ് ചോദിക്കുമ്പോൾ ഓട്ടോറിക്ഷയില്. ഒറ്റക്കല്ല, എന്റെ ഫ്രണ്ട് ചക്കി ഉണ്ടായിരുന്നു. ചക്കി എന്റെ ക്ലാസ്മേറ്റാ എന്ന് പറയാണ്. കൊള്ളാം, സൂപ്പർ. ഈ കാലത്ത് പെമ്പിളേക്ക് പറ്റിയ ഇത് തന്നെ. ഓട്ടോറിക്ഷ കയറി ഒറ്റക്ക് പോയിരിക്കുന്നു. നിന്റെ മോളെ ആള് കൊള്ളാം, വളർത്തി വഷളാക്കി വെച്ചിരിക്കുക ആ മഹേഷും അവന്റെ വീട്ടുകാരും കൂടിയിട്ട് എന്ന് പറയണേ. ചിപ്പി, എന്നോട് പറയണ്ട് എവിടെയും പോരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? നീ പോയല്ലേടി എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്നു ചോറിൽ വെച്ചിട്ട് ചിപ്പീനെ അടിക്കുകയാണ് കേട്ടോ. ചിപ്പിനെ വീണ്ടും വീടടിക്കുന്നുണ്ട്. ഞാൻ പോകും, ഇനിയും പോകും. ആഹാ, നീ പോകുമല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീടടിക്കുകയാണ്. അതിനുശേഷം ചിപ്പിട്ട് പറഞ്ഞിട്ട്, മോൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയണം. ചിപ്പി അപ്പോഴേക്കും പൊട്ടിക്കരയുന്നുണ്ട്. മോള് എന്താ ആവശ്യപ്പെട്ടാലും ഞാൻ സാധിച്ചു തരാം. മോള് പറ, മോൾക്ക് എന്താ വേണ്ടത്? എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം. അതൊരിക്കലും നടക്കില്ല ചിപ്പി എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പൊട്ടിക്കരയാണ്. അതിനുശേഷം നീ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രചനയും ചിപ്പിയുടെ പുറകെ മുകളിലേക്ക് പോകുന്നുണ്ട്. ശേഷം ആകാശം മനസ്സിൽ പറയണ, മഹേഷേ, നിനക്കുള്ള എന്റെ പ്രതികാരം തുടർന്നോണ്ടിരിക്കുവാടാ. നിന്റെ മകൾ ചിപ്പി, അവൾ എങ്ങനെയാ വളരേണ്ടത് നീ കണ്ടോ എന്നൊക്കെ ആകാശ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം കാണിക്കണത് നമ്മുടെ ഇഷിതനെയാണ്. ഇഷിത ചക്കീനെയും കൂട്ടിക്കൊണ്ട് ചക്കിയുടെ വീട്ടിലെത്തിയാട്ടോ. അവിടെ ഹസീൻ എത്തിയിട്ടില്ല. അപ്പൊ ഇഷിത പറയുന്നുണ്ട്, മോളെ അമ്മ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറയാണ്. മോള് വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോ തന്നെ ഹസീൻ അങ്ങോട്ടേക്ക് വരികയാണ്. ആഹാ, ഇതാര് ഡോക്ടർ ഇഷിതയോ? വാ, അകത്ത് വാ. ഇല്ല, എന്താ ഈ വഴി എന്ന് ചോദിക്കുമ്പോ അത് മോളുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ മീറ്റിങ്ങിന് പോയപ്പോ മോളെ കണ്ടു. അപ്പൊ കൂട്ടിക്കൊണ്ട് വന്നതാ. എന്താ ഡോക്ടർ അകത്ത് കയറാത്ത? എന്നോട് പിണക്കമാണോ എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും അല്ല, എന്നാ അകത്ത് കയറ്. ചക്കിമോളെ, ഡോക്ടറെ വിളിക്ക്. വാ ഡോക്ടറെ, അകത്ത് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹസീന ചോദിക്കുന്നുണ്ട്, ഡോക്ടർ കുടിക്കാൻ ചായയോ കാപ്പിയോ? എനിക്ക് വേണ്ട. അത് ചായയാണ് കാപ്പിയാണെന്ന് പറഞ്ഞാലും ചായ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഈ സമയത്ത് കുടിക്കില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങണം. പ്ലീസ് കുടിക്കണം. ശരി, എന്നാ എന്താ വെച്ചാൽ എടുത്തോ എന്ന് പറയാണ്. എന്നാ ഞാൻ എടുത്തോട്ട് വരാം. ഡോക്ടർ ഇവിടെ ഇരുന്നോ? ഞാനും കൂടി വരാന്നേ എന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ ഹസീന ചായ എടുക്കുന്ന സമയത്ത് ഡോക്ടർ നമ്മുടെ ഇഷിത ചോദിക്കണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അല്ല, ശോഭി അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഹസീന ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെളിയിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ലല്ലോ. ഞാൻ അവസാനം ശോഭിനെ കണ്ടത് എൻ്റെ 7ാം മാസമാണ് എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ആലോചിക്കാട്ടോ. അതായത് 7ാം മാസം സമയത്ത് ശോഭിയാണെന്നുണ്ടെങ്കിൽ ഹസീനെ കൂടി നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഹസീനൊക്കെ നടന്ന് മതിയാകുമ്പോൾ ശോഭി ഇനി വീട്ടിലേക്ക് പോവാം. ശരി. അതിനുശേഷം ശോഭി പറയുന്നുണ്ട്, ഹസീന നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ്, വലിയൊരു നാഴികക്കല്ല്. ഇവിടെ ഏറ്റവും പ്രമുഖരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മുഖം മൂടി വലിച്ചു കീറാൻ പോകുന്ന ദിവസമാണ്. അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയില്ലേ ശോഭി എന്ന് ഹസീന ചോദിക്കുമ്പോൾ, ഉണ്ടാക്കുമായിരിക്കും. അവർക്ക് എന്റെ രക്തം കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവുമായിരിക്കും. എന്നാലും ഞാനത് പ്രസിദ്ധീകരിക്കും, നാളെ പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറയണം. ആ കഥകളൊക്കെ നമ്മുടെ ഹസീന ഇഷിതടുത്ത് പറയാട്ടോ. അപ്പൊ ഇഷിത പറയണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ ഹസീനക്ക് എന്തുകൊണ്ടാണ് ശോഭി കുറ്റക്കാരനായതെന്ന്? എല്ലാരും കൂടി ആക്കിയതായിരിക്കും എന്ന് പറയാണ്. ശോഭിനെ എന്തുകൊണ്ട് ഹസീന ഇഷ്ടപ്പെട്ടത്? അയാളുടെ എഴുതാനുള്ള കഴിവ് കൊണ്ട് തന്നെ എന്ന് പറയാണ്. ഞാൻ ഒരു ആരാധനയായിരുന്നു, പിന്നീട് അത് പ്രണയമായി. ഹസീനിപ്പ എവിടെയാ ജോലിക്ക് പോണത്? ഞാനൊരു മോളിലാ ജോലിക്ക് പോണത്. വലിയ സാലറി ഒന്നും ഇല്ല, എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയാണ്. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ രചനേനെയാണ്. രചന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. രാത്രിയാകുമ്പോൾ മോളെ കാണുന്നില്ല. മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് പറയണ്ട്, എന്ത് പറ്റിയടോ? മോളെ കാണുന്നില്ല. അവളവിടെ ഉണ്ടാവും, താൻ പോയി നോക്ക് എന്ന് പറയാണ്. അതിനുശേഷം ആയനെ വിളിക്കുന്നുണ്ട്, മോളെ കാണുന്നില്ല, ഇവിടെ എങ്ങനെ നോക്കിക്കാൻ. രണ്ടുപേരും കൂടി മോളെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാട്ടോ. അതേസമയം ചിപ്പിയാണെങ്കിൽ അവളുടെ വീടിന്റെ മുമ്പിൽ പോയിട്ടിരുന്നിട്ട് ഒരു ചെറിയൊരു വെളിച്ചമുണ്ട്, അവിടെ പോയിരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആയ അന്വേഷിക്കുന്നുണ്ട്, ചിപ്പി മോളെ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് പോവാണ്. ആഹാ, മോളെ ഇവിടെ നിൽക്കായിരുന്നു. എന്താ മോളെ ഇവിടെ ഒറ്റക്ക് നിൽക്കണത്? ഇവിടെ അങ്ങനെ ഒറ്റക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ. ഞാൻ നിൽക്കും. ഞാൻ ഏതെങ്കിലും വണ്ടി വരുമ്പോഴേ കൈ കാണിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോകും. മോളെ അങ്ങനൊന്നും പറഞ്ഞൂടാ, അങ്ങനൊന്നും പോവല്ലേ കേട്ടോ. ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകും. ഇല്ല, ആരും തട്ടിക്കൊണ്ട് പോവില്ല. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. എൻ്റെ അച്ഛമ്മ
അമ്മേനെ കാണാം, അച്ചാച്ചനെ കാണാം, ഞാൻ പോകും എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടേക്ക് തന്നെ രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ആ, ചേച്ചി പോയിക്കോ, ഞാൻ നോക്കിക്കോണം എന്ന് പറയാണ്. എന്താ മോൾ എന്നോട് പിണക്കമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, ഇല്ല പിണക്കമൊന്നും ഇല്ലെന്ന് പറയാണ്. എന്താ മോൾക്ക് എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? മോളെ അടിച്ചില്ലേ, അതാ എനിക്ക് വിഷമമായതെന്ന് പറയുമ്പോൾ, സോറി മോളെ, ഇനി ഒരിക്കലും അമ്മ മോളെ തല്ലില്ല, പ്രോമിസ്, സത്യം പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുക കേട്ടോ. അതിനുശേഷം രചന പറഞ്ഞു, ഞാൻ മോൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മോൾക്ക് എന്താ ഇഷ്ടം, മോൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യാം, പറ എന്ന് പറയുമ്പോൾ, അത് എന്താണെങ്കിലും പറഞ്ഞു മോളെ, അമ്മ സാധിച്ചു തരാം എന്ന് പറയാണ്. എനിക്ക് അച്ഛനെ കാണണം അമ്മേ എന്ന് പറയുമ്പോൾ, സോറി മോളെ, അച്ഛനെ കാണാൻ മാത്രം നിനക്ക് പറ്റില്ല, അതൊഴിച്ച് നീ വേണമെങ്കിൽ എന്ത് വേണേലും പറഞ്ഞു, എനിക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതി, എനിക്ക് എൻ്റെ ഡാഡിനെ കാണണം, ഡാഡിനെ കണ്ടേ പറ്റൂ. മോൾക്ക് അമ്മയില്ലേ കൂട്ട്, നോക്കിക്കേ മോള്, ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കേ എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ അനുസരിക്കില്ല, എനിക്കെൻ്റെ ഡാഡിനെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി അകത്ത് കയറി പോകുക കേട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, കണ്ടില്ല തൻ്റെ മോളുടെ അഹങ്കാരം, അവൾക്ക് നമ്മുടെ ശത്രുവിനെ മതി, അയാളെ ആ മഹേഷിന് എന്ന് പറയാണ്. തന്നെ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രചന പറഞ്ഞു, അവളെ മനസ്സിലാക്കിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. രചന മുകളിലേക്ക് കയറി പോകുമ്പോഴേക്കും ആകാശ് മനസ്സിൽ വിചാരിക്കണം, മരം മണ്ടി എന്നിങ്ങനെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം ആകാശിനടുത്തേക്ക് രചന വരുന്നുണ്ട്. രചനടുത്ത് പറയേണ്ട ആകാശ്, അതെ നാളെയാണ് കോടതി കൂടാൻ തീരുമാനിച്ചേക്കുന്നത്, മോളെയും കൂടി കൊണ്ടുപോയാലോ എന്ന് പറയുമ്പോഴേക്കും ആകാശ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? മോൾക്ക് ഇങ്ങനെ എൻ്റെ മോളെന്ന് മോളുടെ മുമ്പിൽ വെച്ച് പറയല്ലേ എന്ന് പറയാണ്. നമ്മുടെ മോള് എന്ന് പറയാണ്. ഓ അതെ, നമ്മുടെ മോള്, അത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാണ്. കോടതി കൂടുന്ന നാളെയാണ്, നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞിനെ വേണ്ടേ? അതെ, എനിക്ക് ആകാശിന്റെ ചോരയിൽ ഒരു കുഞ്ഞിനെ വേണം എന്ന് പറയാണ്. ഒരാളെ മതിയോ അതോ കുറേ പേരെ വേണോ? ആകാശ് തന്നെ ലേബർ റൂം തന്നെ ഇരുത്തുവാനാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ആകാശ് ചിരിക്കും കേട്ടോ. അതിനുശേഷം ശരി ആകാശ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് രചന മുകളിലേക്ക് പോവാണ്. അപ്പോൾ ആകാശ് പറഞ്ഞ, നാളെ മോളെയും കൂടി നമുക്ക് കൊണ്ടുപോവാം, മോളുടെ തൻ്റെ സ്നേഹം കണ്ട് കോടതി എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കട്ടെ, ചിലപ്പോൾ പോസിറ്റീവായിട്ട് തീരുമാനിക്കാൻ ചാൻസ് ഉണ്ട്, ശരി ആകാശ് എന്ന് പറഞ്ഞ് രചന മുകളിലേക്ക് പോവാട്ടോ. ശേഷം ആകാശം മനസ്സിൽ വിചാരിക്കണം, മഹേഷേ നോക്കിക്കോ, ഞാൻ നിന്നെ തോൽപ്പിച്ച് മുട്ടുമടക്കിയിരിക്കും എന്നൊക്കെ ആകാശം ഇങ്ങനെ തന്നെത്താനെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ഇഷിതേനെയാണ്. ഇഷിത രാത്രി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഷിതയും ചിപ്പിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടമാണ് വരയ്ക്കുന്നത്. ഇഷിത നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. സുചിത്ര നല്ല ഉറക്കുവാട്ടോ. ഇഷിത സംസാരിക്കുകയാണ്, അതെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നാന്നല്ലേ? ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, എന്നോട് ചോദിക്കുക എന്ത് വരവാ വേണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പിള്ളേരെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കാൻ കാരണം എന്താന്ന് ഞാൻ ചോദിച്ചു. ചിപ്പിമോളെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അത് പിള്ളേരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിനക്ക് ചിപ്പിന് ഇത്ര ഇഷ്ടമെന്ന്. നിനക്ക് എന്ത് വരാൻ വേണ്ടെന്ന് ദൈവം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അടുത്ത ജന്മത്തിൽ ചിപ്പി ആവണമെന്ന്, മഹേഷിൻ്റെയും രചനയുടെ മകൾ ചിപ്പി എന്ന് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് ആ വരം തന്നു, അടുത്ത ജന്മത്തിൽ ഞാൻ ചിപ്പിയായിട്ട് ജനിക്കും എന്നുള്ള വരം എന്ന് പറയാണ്. എനിക്ക് ചിപ്പി എടുത്ത് ഇഷ്ടം മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പടം പൂർത്തീകരിച്ചിട്ട് നമ്മുടെ ഇഷിത ആ പടത്തിലേക്ക് ഒന്ന് ശരിക്കും നോക്കി ഒന്ന് ചിരിക്കുവാണ്. ശേഷം ഉറങ്ങാനായിട്ട് പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്